തിരുവനന്തപുരം പാളയത്ത് ഹോട്ടലിൽ DJ പാർട്ടിക്കിടെ കൂട്ടത്തല്ല്. ലഹരി കേസിലെയും വധക്കേസിലെയും പ്രതികൾ പങ്കെടുത്ത പാർട്ടിയിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ കന്റോൺമെന്റ് പോലീസ് സ്വമേധയാ കേസെടുത്തു. VP സഫാൻ ചേർന്നു. സഫാൻ, ഈ തല്ലുണ്ടാക്കിയവർക്ക് പരാതിയില്ല. പോലീസ് ആർക്കെതിരെയാണ്, എന്ത് വകുപ്പിലാണ് കേസെടുക്കുക? കഴിഞ്ഞ 18-ന് നടന്ന സംഭവത്തിൽ പരാതിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പുറത്തു വന്നതാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. ഈ കഴിഞ്ഞ 18-നാണ് പാളയം സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഇങ്ങനെ DJ പാർട്ടിക്കിടെ 2 സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ സംഘാടകർക്കെതിരെയായിരുന്നു ഈ ഒരു സംഘം തിരിഞ്ഞത്. പിന്നീട് 2 സംഘങ്ങൾ ചേരി തിരിഞ്ഞ് ഹോട്ടലിനകത്തും പുറത്തും ഏറ്റുമുട്ടുകയായിരുന്നു. 1.5 മണിക്കൂറോളം ഈ ഏറ്റുമുട്ടൽ തുടർന്നു. പോലീസ് മറ്റൊരു നടപടി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിനെതിരെ, സൗത്ത് പാർക്ക് ഹോട്ടലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി പാർട്ടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ സംഘാടകരുടെ പേര് വിവരങ്ങൾ നൽകണം, CCTV സ്ഥാപിക്കണമെന്നടക്കമുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹോട്ടൽ ഉടമകൾക്കും സംഘാടകർക്കുമാണെന്നുള്ള കാര്യം കൂടി നോട്ടീസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നഗരത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പാർട്ടിക്കിടെ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ CCTV വേണമെന്നും സംഘാടകരുടെ പേര് വിവരങ്ങൾ അറിയിക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശം പോലീസ് നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഈ പരിപാടിയിൽ, ഈ 18-ന് നടന്ന പരിപാടിയിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പോലീസ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാത്തതിനെ സംബന്ധിച്ച് പോലീസിന് വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. സ്വമേധയാ കേസെടുക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കേസെടുത്തിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പ് ഈ സംഘർഷം നടന്ന ആളുകളുമായി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്.